ഹായ്, വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ. അപ്പം അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു ദിവസം അടുത്ത ഡയറ്റിങ് കേട്ടോ. അപ്പം എന്നും കഴിച്ചിരിക്കുമ്പോൾ നമുക്കൊരു മട്ടിപ്പും കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പം ഇന്ന് രാവിലേക്ക് ഉള്ളൊരു ഫുഡായിട്ട് ഞാൻ ഉണ്ടാക്കണം. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുക എന്താണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം കുറച്ച് ഞാൻ ബീൻസൊക്കെ ഇന്ന് നന്നാക്കി വെച്ചിട്ടുണ്ട്. ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ഫോൺ ചാർജ് കയറ്റിയിട്ട് ചാർജ് കയറുന്ന എന്നിട്ട് ഒരു വീഡിയോ എടുക്കണ്ട. അപ്പോൾ അത് നേരം ഞാൻ ബീൻസൊക്കെ നന്നാക്കി വെച്ചു. ഇത് നമുക്ക് ക്യാരറ്റ് കൂടെ നോക്കണം കേട്ടോ. അന്നേരം കൊണ്ട് നമുക്ക് അടുപ്പൊന്ന് കത്തിച്ച് സെറ്റ് ചെയ്യാം. അടുപ്പൊക്കെ കത്തിച്ച് വെച്ചിട്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു സബോള. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണി കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ബീൻസും കാര്യങ്ങളൊക്കെ ഒരു 1/4 കിലോ ബീൻസ് എടുത്തിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ക്യാരറ്റ്, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിപ്പമുള്ള ഒരു ക്യാരറ്റ് എടുത്തു. പിന്നെ ഒരു 3-4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നമുക്ക് എരിവ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട്. പക്ഷേ ഈ പച്ചമുളകൊന്നും ഇപ്പം അത്ര എരിവില്ല. പക്ഷേ ഞാൻ ഒരു 3 ഇട്ടു. എന്നിട്ട് അത് ചോപ്പറിലിട്ട് ഒന്ന് നന്നായി കനം കുറച്ച് ഒന്ന് കണ്ട ഒന്നൊക്കെ ചോപ്പറിലിടുമ്പോൾ നല്ല കനം കുറഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ ക്യാരറ്റും പച്ചമുളകും ബീൻസൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മളിത് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അത് അരികൊരു സബോള അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു സബോളയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ബീൻസ്, പച്ചമുളക്, ക്യാരറ്റ്, സബോള, ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് ഒരെണ്ണം ഇട്ടിട്ട് ഒരു ചെറിയൊരു സബോള കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, നമുക്കൊരു നേരത്തെ വിശപ്പും കാര്യങ്ങളൊക്കെ മാറാൻ നല്ലതായിട്ട്. രാത്രി ഏതെങ്കിലും നേരത്ത് ഡയറ്റ് എടുക്കുന്ന നേരത്ത് നമുക്ക് കഴിക്കാട്ടെ. പിന്നെ 4 കോഴിമുട്ട ഞാൻ എടുക്കുന്നുണ്ട്, വേറെ ഒന്നുമല്ല. ഞങ്ങൾ എന്തുണ്ടാക്കുമ്പോഴും കുഞ്ഞിന് കൊടുക്കണം, ഉണക്കിക്ക് വേണം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ 4 കോഴിമുട്ട എടുത്ത് കുറച്ച് അവർക്ക് കഴിക്കാൻ കൊടുക്കും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ കുറച്ചിട്ടോ കണ്ടോ, കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ ഒരു ഓയിൽ, ചെറിയ ടീസ്പൂൺ കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ആ കോഴിമുട്ടയുടെ തൈര് ഉപ്പിട്ടിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് കൊത്തി പൊരിച്ചെടുക്കുക കേട്ടോ. ചിക്കി എടുക്കുക, കൊത്തി പൊരിക്കുക, അത് പലയിടത്തും പല രീതിയിൽ പറയും. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ, ഇങ്ങനെ ചിക്കി പരത്തിയെടുക്കുക. അങ്ങനെ എടുത്തേക്ക് നമുക്ക് നേരെ ബീൻസും ക്യാരറ്റും പച്ചമുളകും സബോളയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. ഈ പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. ചെറുതായിട്ട് വാടിയ മതി എന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കത് എടുക്കാം കേട്ടോ. ഒന്നും കൂടി നന്നായി ഒന്ന് വാടി കിട്ടണമെന്ന് വെച്ചാൽ കുറച്ചും കൂടി നേരം, അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചപ്പോൾ കുറച്ച് എരിവ് കുറവ് തോന്നി. നിങ്ങൾക്ക് എരിവ് വേണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത്. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട്. കുരുമുളക് പൊടി എരിവ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കണം, എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എരിവ് മറ്റേ കുറവാന്ന് പറഞ്ഞപ്പോഴാണ് 2 പച്ചമുളക് കൂടി ഞാൻ അരിഞ്ഞിട്ടത്. കാരണം ആ നേരത്തെ നമ്മുടെ പൊന്നു വിളിക്കാനായിട്ട്, പൊന്നു എന്തായി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കി എന്നൊക്കെ ചോദിച്ചിട്ട് പൊന്നു വിളിക്കട്ടെ. ഇന്ന് രാവിലെ അങ്ങനെ രാവിലെ എനിക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു വീഡിയോ കോൾ ചെയ്യലുണ്ട് കേട്ടോ. രാവിലെ എന്നല്ല, എപ്പോഴും വീഡിയോ കോൾ തന്നെയാണ് ചെയ്യുക. ഓരോ ടൈമിൽ ഭക്ഷണം ഉണ്ടാക്കണ നേരം അല്ലെങ്കിൽ കഴിക്കണ നേരം, അങ്ങനെ ഓരോ നേരത്ത് വിളിക്കണം. ഭക്ഷണം ഞാൻ കഴിക്കണ നേരത്ത് വിളിക്കും, അവരുണ്ടാക്കിയോ കഴിച്ചോ ഇല്ലേന്ന് പറയാം. ചില നേരത്ത് കാർത്തു സമ്മതിക്കാണ്ടാകുമ്പോൾ ഞാൻ ഇങ്ങോട്ട് പോരേന്ന് പറയും കേട്ടോ. അങ്ങനെ ഞങ്ങൾക്കുള്ള ഫുഡായി. പിന്നെ കുണിക്കുകയും കുഞ്ഞിന് കൂടിയിട്ട് ചിക്കൻ കറി ഇന്നലത്തെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി 2 കുറ്റി പുട്ടുണ്ടാക്കിയിട്ട് ഒരു കുറ്റി അങ്ങനെ ബാക്കി വന്നു. ഇവർ ചില നേരത്താണ് അവർ കുണുക്കി എൻ്റെ നിന്ന് അത് കഴിച്ചു, കുഞ്ഞിനും കഴിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ പുട്ടധികം വേണ്ടി വന്നില്ല. പിന്നെ സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും സലാഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ആ ഒരു ആപ്പിളും ഒരു റോബസ്റ്റ് പഴം കൂടി അരിഞ്ഞിട്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കഴിക്കുമ്പോഴേ ഞാൻ അപ്പോൾ കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതും എനിക്കിത് കഴിക്കുന്ന സമയത്ത് നമുക്കൊരു വായിക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആപ്പിളും റോബസ്റ്റ് പഴമൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടിയിട്ട് ഇടകലർത്തിയിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ കുഴപ്പമില്ല, നമ്മളെന്ത് തടി കുറയ്ക്കണം, നമ്മുടെ ആരോഗ്യം വേണം, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ കഴിച്ചു പോണതാണ്. പഴയ കുണിക്കിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുണിക്ക് ഇടയ്ക്ക് വന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ എന്തോ എന്നിട്ട് വാരി വെച്ച് തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ അരി ഭക്ഷണമൊക്കെ നിർത്തിയിട്ട് ഒരാഴ്ച മേലെയായിട്ട് അരി ഫുഡ് ഡയറ്റ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമെങ്കിലും അരിയുടെ ഫുഡും പൂർണ്ണമായിട്ട് നമ്മൾ ഒരാഴ്ചയിൽ എന്നിട്ട് ഒഴിവാക്കിയിട്ട് ഒരാഴ്ചയായി സെറ്റായി. ഞാൻ ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് എൻ്റെ ഏട്ടനോട് ചോറും ക്യാരറ്റ് ഉപ്പേരി ബീറ്റ്റൂട്ട് ഉപ്പേരി കൂടെ കൊണ്ടുവരുന്നത് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അതിനോട് കഴിച്ചില്ല. അതിനോട്ടും ഇപ്പോൾ എൻ്റെ കൂടി സെറ്റായിട്ട് അങ്ങനെ നമ്മളതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കുടിച്ച് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കഴിഞ്ഞു കേട്ടോ.
ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിരിക്കട്ടെ. അപ്പോൾ നമ്മൾ തലേദിവസം ഒരു ഫുൾ ചിക്കൻ നമ്മൾ മസാല പറ്റി ഫ്രീസറിൽ കയറ്റിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കത് ഒന്ന് ചുട്ടെടുത്ത് സലാഡും കാര്യങ്ങളാകുമ്പോൾ മതിയില്ലാനായിട്ട് വെച്ച് പറഞ്ഞു ആ മതിയാണ്. പിള്ളേരോട് വെച്ചപ്പോൾ പിള്ളേരും പറഞ്ഞു അത് മതിയാണ്. അങ്ങനെ ഒരുപാടൊന്നും ആരും ഫുഡ് കഴിക്കാത്ത നമുക്ക് ആ ഒരു ചിക്കൻ പൊന്നിനോടും ഷെബിയോടും വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ തലേദിവസം ഞാൻ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. തലേദിവസം ഒരു ഉച്ചയാകുമ്പോൾ ഞാൻ ഇത് ആ മിക്സിയുടെ ജാറിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പൊടി ചതച്ചതാണ് കേട്ടോ. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൊടി, കുരുമുളക് പൊടി, ചെറുനാരങ്ങ പിഴിഞ്ഞത്, 1 ടീസ്പൂണോളത്തോളം ഓയിൽ, ഒരു തക്കാളി, ഒരു സബോള, ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തത്. അതൊക്കെ ഇട്ട് കൊടുത്തു. അത് ഇട്ടെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് വരാം കേട്ടോ. അരച്ചിട്ട് വരുമ്പോൾ ഞാൻ സത്യമാണ് അത് തൈരാട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ നല്ല കട്ട തൈരിട്ടു. പിന്നെയാണ് ഞാൻ ആ സ്മെല്ല് ചെയ്തപ്പോൾ എന്തൊരു കുറവ് പോലെ ഫീൽ ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി പെരിഞ്ജീരകം നല്ല ജീരകം ഇട്ടിട്ടില്ല. നമ്മൾ ഈ ഒരു മസാല ഉണ്ടാക്കുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 കാര്യമാണ് പെരിഞ്ജീരകവും നല്ല ജീരകം കേട്ടോ. 2 ജീരകം ഒരു 1.5 ടീസ്പൂൺ വീതം ഞാൻ ഇട്ടുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഈ അൽഫാമിലേക്ക് ഏറ്റവും നല്ല സ്മെല്ല് കൊണ്ടുവരുന്നത് അതാണ് കേട്ടോ. ഇതിങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഇതിൻ്റെ മസാല അടിപൊളിയാണ്. നമ്മൾ ഫുൾ കോഴിന് വേണമെങ്കിൽ അൽഫാമിലായാലും അല്ലെങ്കിൽ ചെറിയ ചിക്കനിൽ പരത്തിയിട്ട് വറുത്തെടുക്കുക അല്ലെങ്കിൽ നമ്മൾ ചുട്ടെടുത്താലൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിട്ട്. അങ്ങനെ നമ്മൾ ചിക്കൻ കുറച്ച് വലിയ ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ നല്ലോണം വരിഞ്ഞെടുത്തിട്ട് എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് മസാലയും കാര്യങ്ങളൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് കണ്ട. ഞാനത് ഇപ്പോഴാണ് ടേസ്റ്റ് നോക്കിയത്. അപ്പോഴേക്ക് എന്തോ ഒരു കുറവുണ്ടല്ലോ. വേണ്ട, ജീരകം പെരുജീരകം കൂടി ഇട്ടു, വീണ്ടും അരച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ആ മസാല നന്നായി തേച്ച് പിടിപ്പിക്കട്ടാ. സത്യമാണ് ബാലഗോപാലിനെ എന്നെ തേപ്പിക്കാന്നൊക്കെ പറയില്ല, അതേപോലെ തന്നെ ചേട്ടാ കുട്ടപ്പനാക്കി നല്ല സുന്ദര കുട്ടപ്പനായിട്ട് മസാലയൊക്കെ തേച്ച് നമ്മൾ ആ വരിഞ്ഞ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പിന്നെ നമ്മൾ ടീസ്പൂൺ ഇങ്ങനെ സൂചി പോലത്തെ ടീസ്പൂൺ അതുകൊണ്ടൊക്കെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് മസാല ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ നമ്മളൊരു പാത്രത്തിലാക്കി ജസ്റ്റ് അത് മൂടി നമ്മൾ ഫ്രീസറിൽ വെച്ചു. അത് പിറ്റേ ദിവസം ഒരു 4-5 മണിക്കൂർ മുന്നേ നമ്മൾ ഇറക്കി വെക്കണം കേട്ടോ. അത് നമുക്ക് കറക്റ്റ് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഐസ് ഫുള്ളായിട്ട് വിടണം. അങ്ങനെ നമ്മൾ ചിക്കൻ ഐസ് ഫുള്ളായിട്ട് വിട്ടു നമ്മൾ ഇതിൽ ചുട്ടെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ചൂടാക്കി ഒരു 5 മിനിറ്റ് നമ്മൾ ചൂടാക്കിയിട്ട് ആ പാത്രം അതിന് ശേഷമാണ് നമ്മൾ ഈ ചിക്കൻ വെച്ച് കൊടുക്കണം കേട്ടോ. ചിക്കൻ സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയൊരു ചിക്കൻ കേട്ടോ. നന്നായി അമർത്തിയൊക്കെ കൊടുത്ത് നമ്മൾ വെച്ച് കൊടുത്തിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യമാണ് കേട്ടോ ഇങ്ങനെ ചിക്കൻ ഇതിൽ ചുട്ടെടുക്കുന്നത്. നമ്മൾ കണലിലൊക്കെ ചുട്ടെടുത്തിട്ടുണ്ടെങ്കിലും എൻ്റെ ലൈഫിലേറ്റൊരു ആഗ്രഹമായിരുന്നിട്ടൊരു ഓവൻ. പക്ഷേ ഓവനൊക്കെ ഭയങ്കര വിലയായതുകൊണ്ട് നമ്മൾ ഓവൻ വേണ്ട, ഇങ്ങനൊരു ചെറിയ ഒരെണ്ണത്തിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്നാലും നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഡയറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് മീൻ ചൂടാനും എണ്ണയില്ലാണ്ട് എല്ലാം ചുട്ടെടുക്കാനൊക്കെ നല്ല അടിപൊളിയ സാധനം കേട്ടോ. അങ്ങനെ നമ്മുടെ ബോട്ടിലൊക്കെ കഴുകിയിട്ട് നമ്മൾ കുടിക്കാനുള്ള വെള്ളം കാര്യങ്ങളൊക്കെ നിറച്ച് വെക്കേണ്ട പരിപാടി കേട്ടോ. ചിക്കൻ വെന്ത് കിട്ടാൻ എന്തായാലും കുറച്ച് നേരം പിടിക്കും. അപ്പോൾ ഒരു 20 മിനിറ്റ് നമ്മൾ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. പിന്നെ ഒരു 20 മിനിറ്റ് അത് കഴിഞ്ഞിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളത് പുറത്തേക്ക് എടുത്തു. എന്നിട്ട് അതൊന്ന് മറിച്ചിട്ടിട്ടും ഒരു 20 മിനിറ്റോളത്തോളം നമ്മൾ വേവിച്ചെടുത്തു കേട്ടോ. അങ്ങനെ മൊത്തം 40 മിനിറ്റാണ് നമ്മൾ ഈ ചിക്കൻ വേവിക്കാനെടുത്ത സമയം കേട്ടോ. വെന്ത് കണ്ടുമ്പോൾ ഇപ്പോൾ കാണാട്ടോ, താണ്ട ഇങ്ങനെ കാണാൻ ടേസ്റ്റ് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല ജ്യൂസി ആയിരുന്നു കേട്ടോ. ഡ്രൈ അല്ലായിരുന്നു അല്ലേ? ഇന്നലെ രാത്രിയാണ് നെസ്റ്റോന്നൊരു ഇത് എല്ലാവരും പൊന്നു വന്നു, ഷെബി വന്നു, കുണിക്കും കുഞ്ഞ് ഞാനും അനുമായിട്ട് ഞാൻ എല്ലാവരും കഴിച്ചല്ലോ. നെസ്റ്റോന്ന് സൂപ്പർ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അടിപൊളി ചൂടുണ്ടോ? എങ്ങനെയുണ്ട്? മേടിക്കുന്നത് രസം, അമ്മ ഉണ്ടാക്കിയത് രസം. ശരിക്കും നല്ല ടേസ്റ്റുള്ള മസാല. ഞാൻ ഒത്തും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും ടേസ്റ്റി ആയിട്ട് വെച്ചിട്ടുണ്ടാവുന്നു. നമ്മള് പൊന്നു വീഡിയോ കോളി സത്യം പറഞ്ഞാൽ ചിക്കൻ അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി വെച്ചാൽ നിങ്ങൾക്ക് അത് എടുക്കുമ്പോൾ തന്നെ അറിയാലോ അതിൻ്റെ കറക്റ്റ് പാകം വേവും കാര്യം നമ്മളിങ്ങനെ പിടിക്കുമ്പോഴേക്കും നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ജ്യൂസി ആയിട്ടുള്ള അടിപൊളിയായിരുന്നു. വെറുതെ പറയില്ല. ഇതിങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടെ.
അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയില്ല. ഈ ഒരു മസാല അടിപൊളി മസാല. എന്തായാലും ക്രിസ്മസും ന്യൂ ഇയറും കാര്യങ്ങളൊക്കെ അല്ലേ വരില്ല, അപ്പോൾ എല്ലാവരും ഇങ്ങനെ വീട്ടിൽ നമുക്ക് കണലിലായാലും ഇങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ. കണലിൽ ചുട്ടെടുത്താലും ഇതേ ടേസ്റ്റ് തന്നെയാട്ടോ വരിക. അങ്ങനെ നമ്മൾ ആദ്യമായി നമ്മുടെ കുണുക്കിക്ക് കഴിക്കാൻ കൊടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടികളും അവരല്ലേ. പിന്നെ പൊന്നിനോട് ഷെബിയോടും കാർത്തൂനോടും വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാർത്തൂനും ഇതുപോലത്തെ വല്ല ഫുഡുകളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അടിപൊളി മസാലയും കാര്യങ്ങളും. നമ്മൾ ആദ്യമായിട്ട് അതിലുണ്ടാക്കുകയാണെങ്കിൽ കറക്റ്റ് വേവൊക്കെ കിട്ടിയില്ല ചേട്ടാ. ഇത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് തിന്ന് തീർക്കാനും ഞങ്ങൾ രണ്ടാളും ഇരിക്കണേന്ന്. അതിമോഹമാണ് ദിനേശ്, അതിമോഹം. അതായത് ഇതിന്റെ 2 കാലും കൈയൊക്കെ അവർക്ക് കഴിക്കാട്ട് കൊടുത്തിട്ടുണ്ട്, കുടുക്കനോടുക്കി കഴിക്കാട്ടുണ്ട്, ഇരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷെ അവര് ഞങ്ങളോട് പറഞ്ഞു ഇത് ഇത് നോക്കിയിരുന്നിട്ട് രണ്ടാള് ചിക്കൻ കണ്ടിട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അവരവിടെ എത്തിയിട്ടില്ല. ഇത് എന്ത് ചെയ്യുന്ന ആലോചിച്ചു. പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് ചിക്കൻ ഇങ്ങനെ ചുട്ടെടുക്കുന്നത്. നമ്മളിൽ ഇത് മേടിച്ചിട്ട് കുറച്ച് ദിവസമായെങ്കിലും നമ്മൾ അതിനെ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല എന്നൊക്കെ നമ്മളത് ചൂടാനും പിടിക്കാനും നോക്കിയിട്ടുണ്ടായിരുന്നു. കൊള്ളാം ചുട്ടപ്പാട്ട് കൈകാര്യം ചെയ്യണ നല്ല മസാല പറ്റിയ സൂപ്പറാണ്. നല്ല മസാലയൊക്കെ വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാലോ അവര് ഇങ്ങോട്ട് തിന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ കണ്ണേട്ടാ ഞങ്ങൾ ഇന്ന് എടുക്കണമെന്നെങ്കിൽ അവരവിടെ ഇരിക്കണം. ഒരു തുണ്ടേശം ഞങ്ങൾ എന്തായാലും കഴിക്കും. ഭയങ്കര ടേസ്റ്റാട്ടാ. ഇതിന്റെ മസാലയുടെ കൂട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടിപൊളി ടേസ്റ്റാണ്. മസാലയ്ക്ക് എന്തൊരു രുചിയാ. എരിവ്, പുളി, ഉപ്പ് എല്ലാം ആരുണ്ടാക്കുന്നത്. അപ്പൊ പറയും ഇവരുണ്ടാക്കുന്ന സാധനത്തിൽ ഇവർ തന്നെ ടേസ്റ്റ് പറയും. അതായത് ഓവനിൽ വെച്ചിങ്ങനെ മണം സ്മെല്ലൊക്കെ കൂടെ വന്നപ്പോൾ മനസ്സിലായിരുന്നു, നല്ല സ്മെല്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കണ ഞങ്ങളുടെ ടേസ്റ്റ് പറഞ്ഞ വേറെ ഒന്നുമല്ല. നിങ്ങൾക്ക് ഇതിന്റെ റെസിപ്പി കാട്ടിയുണ്ട്, നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ. ടേസ്റ്റ് ഞാൻ ചുമ്മാ പറയില്ല. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അൽഫാമിനേക്കാളും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് ഇതിനാണ്. അങ്ങനെ ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞൊരു ഇഷ്ടം പറഞ്ഞത് നമ്മളോട്. അടിപൊളി ടേസ്റ്റ്, സൂപ്പറാ. നമ്മൾ ഇഷ്ടമുള്ളവരോട് പറയട്ടെ ഈ മസാല ഞാൻ കാണിച്ചാലും അടിപൊളി ടേസ്റ്റ് ആണ്, ഒരു രക്ഷയില്ല. അങ്ങനെ ഉച്ചത്തെ ഫുഡ് റെഡിയും കാര്യങ്ങളും കൂടിയും ജപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് റിലയൻസിലേക്ക് പോയിട്ട്, റിലയൻസ് എല്ലാവർക്കും അറിയില്ല, ഞങ്ങൾ ചുരിദാർ എടുക്കുന്ന കടയാണ്. നമ്മൾ ചാവക്കാടാണ് ആ ഷോപ്പുള്ളത്. റിലയൻസ് എന്നാണ് പേര്. നമ്മുടെ ചാവക്കാട് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറത്ത് ഉള്ളതാണ് കേട്ടോ റിലയൻസ് കട. നമ്മൾ എന്തോ ഒരു വിശേഷം തന്നെ എന്തോ ഒരു കാര്യത്തിന് നമ്മളെ ഓടി പോയിട്ട് ചുരിദാർ എടുക്കുന്ന സ്ഥലത്തായിരിക്കും. എനിക്ക് എന്തോരം ഇഷ്ടമായി എന്നറിയും ഈ ഒരു ചുരിദാർ. അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ഇതിന് 3000 സംതിങ് റേറ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ 8-ാം തീയതി പകുതി വിലയ്ക്കാണ് കേട്ടോ. ഇവരെല്ലാം എല്ലാ സ്റ്റോക്കും ഒരു വർഷത്തിൽ ഇവർ സ്റ്റോക്ക് ക്ലിയർ ആക്കും കേട്ടോ. അപ്പോൾ ഈ മാസം 8-ാം തീയതി 50% ഡിസ്കൗണ്ടിലാണ് കേട്ടോ അവർ സെയിൽ ചെയ്യുന്നത്. ഇവിടെ ആ ഫുൾ ചുരിദാറിലും 50% ഡിസ്കൗണ്ട് 8-ാം തീയതി അവർ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതൊന്നും അറിയാണ്ട് പോയതാട്ടെ. നമ്മൾ പൊന്നിനൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിനൊരു ചുരിദാർ എടുക്കാൻ പോയതാട്ടോ. അപ്പോഴാണ് പറയണത് 8-ാം തീയതി ഇതെല്ലാം പകുതി വിലയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. എന്താ വെച്ചാൽ ഒരു വർഷം കൂടുമ്പോൾ അവർ കട പുതുക്കി പണിത് പുതിയ സ്റ്റോക്ക് ഇറക്കും. അപ്പോൾ അതുവരെയ്ക്കുള്ള സ്റ്റോക്ക് അവർ ക്ലിയർ ആക്കും കേട്ടോ. അപ്പോൾ 8-ാം തീയതിയാണ് പകുതി വിലയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. 50% ഡിസ്കൗണ്ടോട് കൂടിയിട്ടാണ് അവർ സെയിൽ ചെയ്യണത്. അപ്പോൾ ഈ ഒരു ചുരിദാർ സത്യം പറഞ്ഞാൽ ഒരു 1500 രൂപ ഉണ്ടല്ലോ. ആ ഒരു ഓഫർ റിലയൻസിന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്താ അപ്പം നമ്മളവിടെ പോയപ്പോഴാണ് അവർ പറയണത് ഇങ്ങനെ 8-ാം തീയതി നമ്മളിത് ഡിസ്കൗണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ അന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ 8-ാം തീയതി വരുള്ളൂ. പക്ഷേ നമുക്ക് പൊന്നിനൊരു അർജൻറ്റൊരു ഫംഗ്ഷൻ ഉള്ളതാണ്. പക്ഷേ എനിക്ക് ചുരിദാർ എടുക്കാൻ പോയതില്ല കേട്ടോ. പക്ഷേ ഞാൻ അവിടെ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര ചുരിദാർ. പക്ഷേ എനിക്ക് തീരെ വയ്യ ഇട്ട് നോക്കാം. അപ്പോൾ പൊന്നാണ് കേട്ടോ കൂടുതലും ഇട്ടുകൊണ്ടെന്ന് വെച്ചാൽ അവൾക്ക് ചുരിദാർ എടുക്കാൻ തന്നെ. അപ്പോൾ ഈ ഒരു കളറൊക്കെ എന്തൊരു രസമാണെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പറ്റുകയാണെങ്കിൽ 8-ാം തീയതി പോയിട്ട് ആ ചുരിദാർ എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. സാധിക്കുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. 8-ാം തീയതി രാവിലെ നേരത്തെ കട തുറക്കുമ്പോൾ തന്നെ അവിടെ പോയി നിൽക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മറന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചോളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ സ്ഥിരം അവിടുന്ന് ഡ്രസ്സ് എടുക്കണമെങ്കിൽ നമുക്ക് ഭയങ്കര സപ്പോർട്ടാട്ടോ. നമുക്ക് മാത്രമല്ല ആരും
ആര് പോയാലും ഇങ്ങനെ തന്നെ കേട്ടോ, ഭയങ്കര സപ്പോർട്ടാണ് പോയവർക്കറിയാം. പിന്നെ എത്തിക്കാതിരിക്കുക. സക്കീർ ഭായ് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കൊണ്ടുവരാതിരിക്കാൻ പറ്റുന്ന 1495 രൂപ. ലൈവായിട്ട് തന്നെ നിങ്ങൾ റേറ്റും കേട്ടു കേട്ടാ. ഇതുണ്ടല്ലോ എത്ര ഇട്ടാലും കംപ്ലൈന്റ് വരാത്തൊരു ഇതാണ്. എന്തേലും ഉണ്ടായിരുന്നു നമുക്ക് അതൊരു കറുപ്പും. പിന്നെ എല്ലാരും ചോദ്യമായിരുന്നു, എല്ലാരും ചോദ്യമായിരുന്നു നിങ്ങൾ എവിടുന്നാണ് ഇന്ന് വരെ ആ ചോദ്യം വന്നില്ലേ? ഇന്നടക്കം ഇന്നടക്കം ചേച്ചി നമ്മുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞിട്ട് പൊന്നിന്റെ ചുരിദാറൊക്കെ നിങ്ങളുടെ എന്തൊരു ഭംഗിയത് എവിടെ നിന്ന് എടുക്കുന്നത്. ഇതായിരിക്കും അതിന്റെ കലാകാരൻ. നമ്മളിപ്പോ സാധാരണ ചുരിദാർ വേറെ എവിടെ നിന്ന് എടുക്കാറില്ല കേട്ടോ, അത് ലെൻസ് തന്നെ എടുക്കാറ്. ഓക്കെ, സിമ്പിൾ ആയിട്ട്, സിമ്പിൾ ആൻഡ് പവർഫുൾ അല്ലേ പറഞ്ഞ. ഇത് ഞാൻ പറഞ്ഞിട്ട് കൊടുത്തത്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? അയ്യോ നമുക്ക് ഇടക്ക് മാറി ഷാള് മാത്രം മറ്റേ ഷോൾഡർ എന്ത് ഭംഗിയാ. വെച്ചോക്കല്ല ഇങ്ങനത്തെ 2 കാറ് കൊണ്ട് വെക്കണ്ട. ചേട്ടൻ സെറ്റാക്കിത് പറഞ്ഞ ഇത്ര നേരം നീ വെച്ചില്ലേ, ഇനി ഞാൻ വെക്കട്ടെ. കത്തിയും കെട്ടിയിട്ട് എങ്ങട്ടാവോ യുദ്ധത്തിന് പോവാ. ഉണ്ണിയാർച്ച ഊരി പോണൂന്നാ. ശരിയോ അമ്മൊന്നിട്ട് ശരി അമ്മൊന്നിട്ട് ശരി ഇത് ശരിയേ അമ്മൊന്നിട്ട് ശരിയെന്നാ നിങ്ങൾ കണ്ണാടി നോക്കിട്ട് ഞങ്ങക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എടുക്കാൻ പോയതായിട്ട്. അപ്പോൾ എന്നോട് മാത്രം ചേച്ചിക്ക് ഒരു കളർ ഞാൻ കാണിച്ചിട്ട് എന്നെ കാണിച്ചു തന്നിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. പൊന്നു പറഞ്ഞു ഒരു കളറല്ലേ. അവിടുത്തെ സ്റ്റാഫ് എവിടെ നിന്നൊക്കെയോ തപ്പി പിടിച്ച ഒരു കളർ കൂടി പൊന്നിന് കൊണ്ടു കൊടുത്തിട്ടാണ്. അപ്പോൾ ചുരിദാർ എടുക്കാൻ പോയ ആളല്ല കേട്ടോ, പക്ഷെ അവിടുത്തെ ഒരു ഇത് കണ്ട് സഹിക്കാൻ പറ്റാണ്ട് ഞാൻ ഒരെണ്ണം എടുത്തു വിട്ടാണ്. ഭയങ്കര രസമുള്ള മെറ്റീരിയലുകളും കാര്യങ്ങളായിട്ടാണ്. അപ്പോൾ അത് ഞാൻ വീണ്ടും പറയാണ്, ഡിസംബർ 8-ാം തീയതിയാണ് 50% ഡിസ്കൗണ്ടോട് കൂടിയിട്ടാണ് എല്ലാതും അവിടെ കാണുന്ന എല്ലാ ചുരിദാറിലും വിറ്റ് നോക്കിയിട്ടാണ് ഞാൻ ആ ഒരു ചുരിദാർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഞാൻ 2400 സംതിങ് 2400-500 ഞാൻ മേടിച്ചതാട്ടോ. ഇവിടെ വെറും 1400 സംതിങ് ആണല്ലോ. അപ്പോൾ ഈ ഡിസ്കൗണ്ടിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 700 രൂപയ്ക്കാവും കേട്ടോ നിങ്ങൾക്ക് ആ ഒരു ചുരിദാർ മെറ്റീരിയൽ കിട്ടാം. അടിപൊളി, വെറുതെ പറയില്ല. അപ്പോൾ നമ്മുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങൾ ഞങ്ങളെ ചാനൽ കണ്ടിട്ട് പോണവരാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഉപ്പുമുളകിൻ്റെ ചാനൽ കണ്ടിട്ടാണ് വരുന്നത് പറയണമെങ്കിൽ അവിടെ നിന്ന് എന്തായാലും ഡിസ്കൗണ്ട് തന്നിരിക്കും അവർ, അത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങളൊന്ന് പോയി നോക്ക്. അടിപൊളി കളക്ഷനാണ്, ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. അപ്പോൾ അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ അടിയിൽ കൊടുക്കണമെന്നാണ് കേട്ടോ. അപ്പോൾ ഷോപ്പ് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. നമ്മുടെ ചാവക്കാട് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ ഈ ഷോപ്പിന്. റിലയൻസ് എന്നാണ് ഷോപ്പിൻ്റെ പേര് വരുന്നത്. അപ്പോൾ മറക്കണ്ട, ഡിസംബർ 8-ാം തീയതിയാണ്. എല്ലാവരും ഓർമ്മയിൽ വെച്ചോളൂ കേട്ടോ. ഏത് സൈസ് വേണമെങ്കിലും ഇവിടെ ഉണ്ട് അല്ലേ? ടെൻഷനും വേണ്ട, ഏതാ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇത് സൈസ് കൂടുതലാ. മുട്ടിൻ്റെ ചേട്ടൻ ഇവിടെ ഒന്നുകൂടി കിട്ടിയില്ല, ഒന്നുകൂടി കിട്ടി കാണാൻ പറഞ്ഞു. പക്ഷെ പൊന്നേച്ചി പറയണ ആ നീതി മഞ്ഞുണ്ട്, റെഡ് പിന്നെ വേറൊരു മഞ്ഞ. അമ്മ ഒന്നാല് തിരിഞ്ഞ
അപ്പം നോക്കിയൊക്കെ നിങ്ങൾക്ക് പൊന്നോട്ടേനെ ഓരോ ചുരിദാറുകളും നോക്കി നോക്കട്ടെ എന്തൊരു ഭംഗിയാന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫംഗ്ഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇവിടെ നിന്ന് പോയി ഒരു 1000-2000 രൂപ സ്റ്റാർട്ടിങ്ങിനൊക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളി പാർട്ടി വെയർ പോലത്തെ ഡ്രസ്സുകളൊക്കെ അടിപൊളിയുണ്ട്. പിന്നെ നല്ല മെറ്റീരിയൽ നോക്കി എനിക്ക് ആ മഞ്ഞൊക്കെ കണ്ടിട്ടുണ്ടല്ലോ എന്തോരം ഇഷ്ടമായിരുന്നു പറയും. പക്ഷേ നമ്മൾ എടുക്കാനുള്ളൊരു ബഡ്ജറ്റായിട്ട് പോയതല്ല, പൊന്നിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോയതാണ്. പക്ഷേ നമ്മൾ അവിടെ അത്രയും അടുപ്പുള്ളതുകൊണ്ടാണ് അവിടത്തൊക്കെ വെച്ച് നോക്കണത് തന്നെയിട്ട് നമ്മൾ നിങ്ങൾക്കറിയാലോ നമ്മൾ ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകണേനും ചുരിദാർ എടുക്കാൻ പോകണേനും നമ്മൾ റിലയൻസ് വിട്ടുള്ള ഒരു കളിയിലോട്ടെ. ഇപ്പോൾ ഓൺലൈൻ പർച്ചേസ് ആണെങ്കിലും നമ്മൾ ആദ്യം ഫാഷൻ തന്നെയായിട്ട് നമ്മൾ ചെയ്യാറ്. അങ്ങനെ ഇത് നമ്മൾ ഓരോന്നായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനായിട്ട്. അപ്പോൾ പൊന്നു ഒരുപാട് ചുരിദാറിൽ ഇട്ട് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിതിൽ ഏതാ ഭംഗി ഒന്ന് കമൻറ്റ് ചെയ്തോട്ടെ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഏത് എടുക്കും എന്നുള്ളൊരു നോക്കി പിന്നെ ഭയങ്കര ഇഷ്ടമായിട്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കളർ, കൊറേ കളറുണ്ട്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല്. ഇതിന് ഏത് ചെയ്താലും ടോപ്പിൽ ഈ ഷാള് യൂസ് ചെയ്യും. പിന്നെ ഏതൊക്കെ കളർ മഞ്ഞ, പച്ച, നീല, പീച്ച്, മെറൂണ് എല്ലാ കളറും യൂസ് ചെയ്യും. ചേച്ചി ഇട്ടോക്കിട്ടാ എന്താ രസമുള്ളത്. പിങ്ക് ഷോള്. ഇതിന്റെ ഷോളിന്റെ കളർ ചിലർ ഭയങ്കര വർക്ക് ചെയ്യിപ്പിക്കാണ്ടും താടി കുറച്ചിട്ടാണ് വന്നിട്ട് ഇതൊക്കെ എടുക്കുന്നത്. ജിമ്മിന് പോയി സെറ്റ് ആക്കിട്ട് വരാൻ പൊന്നു കണ്ടു. യാരിത് അവിടുന്ന് പൊന്നിന്റെ തടിയാക്കുന്നത് അത്രയും ഒരു അടിപൊളിയാണ്ടല്ലോ. അതിനകത്തൊന്നും ഇട്ടാ കാത്തൂന് പെണ്ണിച്ച് നോക്കിയാ പക്ഷെ ഇതിന് ഏത് കളർ പാന്റ് ആണ് യൂസ് ചെയ്യാം. ഓറഞ്ച് വെച്ച് പച്ച വെച്ച് മഞ്ഞ വെച്ച് പച്ച ഭയങ്കര ഇഷ്ടമായിട്ടാ ചെയ്തത്. അടിപൊളിയുണ്ട് കേട്ടോ. ഞാൻ തുണിയാണ് കേട്ടോ ചേച്ചി നേരം നോക്കിയാ ലൂസ് പാന്റ് അതൊന്നും പറയുന്നില്ല. കളേഴ്സ് ഉണ്ട് കേട്ടോ, നല്ല കളേഴ്സ്. ഇത് അടിയിലേക്ക് പലാസോ പോലെ ഫ്ലോപ്പി പാന്റ് അറിയുന്നത് 3,500 റേഞ്ച് ഒക്കെ വരും. 3,500 റേഞ്ച്. നല്ല രസമുണ്ട്. അല്ല സാർ പാർട്ടി വേറെ ഇട്ടത് വേറെ റേഞ്ച്. പിന്നെ ഷോള് രസമുണ്ടാവും. ഇത് കേറ്റി എങ്ങോട്ടാണ് ഇരുന്നത് കണ്ട. ഇതാണ് കാണിച്ചെടുക്കുമ്പോ നമ്മൾക്ക് എങ്ങനെ വേണമെന്നുള്ള കറക്റ്റ്. മറ്റേ ഏത് പടത്തിലായിരുന്നു? ആരെ വാസന്തി വാസന്തി എന്റെ സരസ് കുറച്ചൊന്നും അത്യാവശ്യം പിടിച്ചിട്ടുണ്ട്. നോക്കിയാ പൊന്നു നീ തടി പറഞ്ഞു. കുറച്ച് കയറിക്കോ. ആ നോക്കിയോ ഇവിടെ എത്തിയപ്പോഴാട്ടോ കറക്റ്റ് എന്താ വെച്ചാ അവിടേക്ക് കുറച്ച് ഒന്ന് കറങ്ങിട്ടൊക്കെ കാണിച്ചു ഞങ്ങക്ക്. ഒന്ന് കറങ്ങി കാണിച്ചു ഞങ്ങക്ക്. ആ കറങ്ങാൻ പറ്റില്ല. അങ്ങനെ നിൽക്കട്ടെ പൊന്നു. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഫുള്ള് സിൽവർ ടൈപ്പിലാണ് വർക്ക്. സിൽവർ ടൈപ്പ് വർക്ക്. മഞ്ഞ കണ്ടു കഴിഞ്ഞാൽ വേറെ ലെവല. ബോട്ടം ഇങ്ങനെ ഇങ്ങനെ പറ്റുമോ? ഇങ്ങനെ അടി ഒരുപാട് ഇതായി എടുക്കണില്ല. അത് മിട്ടി പോലെ തോന്നുള്ളൂ. ഇതിന്റെ ഷോള് വരുമ്പോ മാത്രം ഇത് വരില്ല. സിൽക്കിന്റെ പാറ്റേൺ മഞ്ഞ കണ്ടു കഴിഞ്ഞാ പിന്നെ ഒന്ന് അതിന്റെ കളേഴ്സ് എന്താ ചെയ്യാ. പീച്ച് കളർ, ലൈറ്റ് പീച്ച്. പിന്നെ ഓണിയൻ പിങ്ക് എന്നൊക്കെ പറയാം, ബേബി പിങ്ക് എന്നൊക്കെ ബേബി പിങ്ക്. പക്ഷെ 3 ഷെയ്ഡും ഭംഗിയുള്ള ഷെയ്ഡാണ്. നല്ല കളർ, ലൈറ്റ് കളർ. എക്സൽ, ഡബിൾ എക്സൽ, ട്രിപ്പിൾ എക്സൽ.
പക്ഷെ അതിന് വന്നിക്കുന്ന ഷെയ്ഡുകൾ നല്ല രസം. പിങ്ക് ഒക്കെ ആയിട്ട് രണ്ട് കളറുകൾ അടിപൊളിയുണ്ട്. വന്നു പിന്നെ വന്നു പാട്ട് കേൾക്കാം. ഞാൻ പാട്ടുണ്ട് ഏതെങ്കിലും ഷോർട്സ് എടുക്കട്ടെ. നമുക്ക് എന്ത് രസം. പാപ്പയുടെ കഷ്ടപ്പാട് വെച്ച് 3 വ്യക്തി സിംഗം ഡ്രസ് എടുക്കാൻ പാകുള്ള ഒരു സമാധാനം ഇതാണ്. അപ്പാപ്പയാണ് ഇവരെ നോക്കണത്. അടിപൊളിയുണ്ട്. ഇതിന്റെ പാന്റ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നു. ഇവനിക്ക് ഓൾറെഡി വീക്കായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആ ചെയ്താറ് പറഞ്ഞത് എനിക്ക് വീക്കായിട്ട് ഭയങ്കര രസമായിരിക്കും. ഓവർ ഫ്ലെയർ ഉണ്ടാവില്ല. എന്നിട്ട് അറേബ്യൻ സ്റ്റൈലിൽ വന്ന പാന്റ്, അതായത് ലൂസ് പെട്ടെന്ന് സ്കേർട്ട് പോലെ ഫീൽ ചെയ്യാൻ തോന്നുള്ളൂ. ബോട്ടായിട്ട് വരും സാധനം. അടിപൊളി സാധനം. ഇപ്പൊ പറഞ്ഞ എനിക്ക് തോന്നുന്നു ഒരുപാട് തീമിക്ക് കയറിയുണ്ട്. ഞാൻ പിന്നെ പണ്ടേ മഞ്ഞയുടെ ആളാണ്. നിങ്ങളൊക്കെ ഇപ്പോഴാണ് ഞാൻ പണ്ടേ പാട്ട് പാടാൻ പക്ഷെ നല്ല ഭംഗിയുണ്ടാവും. നമുക്ക് ഇതിനെ കുറിച്ച് വലിയ ഇതില്ല. അതൊക്കെ ഇവരുടെ ഡിപ്പാർട്ട്മെന്റുകൾ ലാസ്റ്റ് പറയണതാണ് രസം. നമ്മളിപ്പോ പെട്ടെന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ അറിഞ്ഞത്. അത് അറിയാൻ കുറെ പേർക്ക് അത് ഇന്ന് വന്നാരനറിഞ്ഞു ഇല്ലാന്നുണ്ട്. അറിയോ നമ്മള് സത്യം പറഞ്ഞറിയോ തിരക്കിന്റെ ഇടയിൽ നമ്മൾ പറയാൻ വിടുന്നതാണ് ചിലതൊക്കെ. പിന്നെ തലേ ദിവസം എല്ലാവർക്കും നമുക്ക് ഇതാക്കുക. ഇന്നിപ്പോ നിങ്ങള് വന്ന സ്ഥിതിക്ക് ഫസ്റ്റ് നിങ്ങൾ തന്നെ ആയിക്കോട്ടെ ബെസ്റ്റ് കസ്റ്റമർ ഉഷാറാക്കാം. നമ്മളിത് ക്യാമറ കണ്ണുകൾ അങ്ങോട്ട് കാണാനില്ലല്ലോ. ഇതാ വരുന്നു. യാര് ഇനി ഞങ്ങള് വീട്ടില് ഫ്രൂട്ട്സ് ഉള്ളു. അതുകൊണ്ടല്ല 99% ഫംഗ്ഷൻ ഉണ്ടാവും തോന്നുന്നു. അല്ലടി നല്ല വർക്കാട്ടോ. കട്ട് ചെയ്യാൻ നിങ്ങൾ എത്ര ആയിട്ടുണ്ട്? 6 അടിയുള്ള ആൾക്ക് അങ്ങനെയല്ല മറ്റേ പള്ളിയിലത്തെ നടക്കണല്ലോ. മറ്റേ വെള്ളാട്ടപ്പോക്ക വെച്ച് നടക്കൂട്ട. നല്ല ഭംഗിയുണ്ട്. ഇട്ടോ നല്ല കളറാ വന്നിട്ട്. ഫിക്സ് ഇതെടുക്കാം. ആ ചെരുപ്പിന്റെ ഹീലല്ലേ പിന്നൊന്നും ചെയ്യണ്ട. ആ ഹീലിലാണ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ ചെരുപ്പിന്റെ ഫ്ലയർ പോവില്ല. ഇത് മതി. എനിക്ക് ഓവറല്ല എന്നാ നല്ല ഗ്രാൻഡും അത് നല്ല കളറുകളൊക്കെ അല്ല. കാലിന്റെ അടിയിട്ടാരും വർക്കാണ് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. വർക്കാന്ന് പറയുന്നത് അതൊരു പൊടിക്ക് പൊന്നിച്ചാൽ മതി. കൊറേ നേരം ഇങ്ങനെ ഷാളുമ്പോ കണ്ടിട്ട് ഷാളിന് തൊട്ടശിന്റെ കൂടെ പോകും. അപ്പൊ സത്യം ഞാൻ കൊറേ നേരമായിട്ട് ചൂണ്ടി നോക്കിയ മേത്ത് നോക്കിട്ട് ഒരുമ്പി പോന്നു. എന്റെ ആഗ്രഹം പോലെ എല്ലാ ഭംഗിയുണ്ട്. ഭയങ്കര ഇല്ല ടോപ്പ് വേണം. എന്താ 2-3 പ്രാവശ്യം വന്ന പിന്നെ സാധനം പോക്കുന്നത് നല്ല മെറ്റീരിയൽ ആട്ടോ. എത്ര കഴിഞ്ഞിട്ടും യാതൊരു എത്ര ഞാൻ യൂസ് ചെയ്ത അത്രയും യൂസ് ചെയ്തു. മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയൽ. പഴയ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് തടിയോർ കട നമുക്ക് ജിമ്മിന് പോവാം. കാർത്തൂന് കൂട്ടായെന്ന് വെച്ച് ചോദിക്കുന്നല്ലേ അവര്. കുപ്പിയുടെ
ഞാൻ ചുമ്മാ കണ്ടോ. ഈ സാധനത്തിനൊന്നും പാന്റ് വരും, പക്ഷെ ഷോള് വലിയ ഷോൾ. രണ്ട് ടോപ്പ് അടിക്കാൻ പറ്റും. അല്ല പാന്റ് അടിക്കണവരുണ്ട് ചിലവര്, അതുകൊണ്ട് തന്നെ ഇതിന് പാന്റ് ഉണ്ടാവില്ല, ഇത് ടോപ്പ്, അതിന് ഷോള്, ഇത് ടോപ്പ്. കൊണ്ട് മിക്കതും തീരും. സാധാരണ അങ്ങനെയല്ല, ഒരു 3 ആഴ്ച കൊണ്ട് സാധനം തീരും, മൊത്തം തീരും. ഈ ബ്ലാക്കും ഒക്കെ ഉണ്ടല്ലോ, എനിക്ക് തൂരി ഇഷ്ടം. അടിപൊളി മെറ്റീരിയലാണ്, ഇഷ്ടം പോലെ ചുരിദാർ മെറ്റീരിയൽ ഉണ്ട്. നമുക്കിപ്പോൾ വില കുറഞ്ഞ് മേടിച്ച് വെച്ചാലും ആവശ്യമുള്ളപ്പോൾ നമുക്കിത് അടിച്ചാൽ മതി. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ മറക്കണ്ട, ഡിസംബർ 8-നാണ് 50% ഡിസ്കൗണ്ടിലാണ് കേട്ടോ. അപ്പോൾ ആരും മറക്കണ്ട. എല്ലാം ശരി, ഞാൻ മറന്നു പോകുന്ന സെറ്റല്ലേ? അപ്പം ഞാൻ തന്നെയാണ്.